അപ്പം ആനന്ദ ചേട്ടാ, അപ്പം ഇതൊന്ന് കാണാനായിട്ട് വന്നതാണ്. വളരെ സന്തോഷം. അപ്പം ഈ നമ്മളെ പ്രശ്നങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ചേട്ടൻ്റെ വായി നിന്ന് ആൾക്കാർ അറിയട്ടെ ഈ പ്രശ്നങ്ങളുടെ ചേട്ടന് വന്നേക്കണ ഈ ബുദ്ധിമുട്ടുകളൊന്ന് പറഞ്ഞേരെ. ഇവിടെ നോക്കിയിട്ട് ഇവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല. എന്തോരം സാധനങ്ങൾ, എല്ലാ സാധനങ്ങളും. ഞാൻ ഇങ്ങനെയൊക്കെ കണ്ടേക്കണ തമിഴ്നാട്ടിലൊക്കെ ഉള്ളൂ. എന്ന് വെച്ചാൽ വെണ്ടയ്ക്ക, ഇത് എന്നൊക്കെയുണ്ട് കൃഷി ഇപ്പം നമ്മൾ കണ്ടതിൽ എനിക്ക് എല്ലാത്തിൻ്റെ പേര് ഉണ്ട്. ഒന്ന് പറയാമോ ഏതൊക്കെയാ? വെണ്ടയ്ക്കയുണ്ട്, പാവലുണ്ട്, വാളരിപ്പയറുണ്ട്, ചതുരപ്പയറുണ്ട്, നിത്യവഴുതനയുണ്ട്, പിന്നെ ചേനയുണ്ട്, ചേമ്പുണ്ട്, റെഡടി കപ്പളമുണ്ട്, കപ്പയുണ്ട്, മധുരക്കിഴങ്ങുണ്ട്. ഇത് ചെയ്യാത്ത ഇവിടെ മണ്ണിനകത്ത് നട്ട് കഴിഞ്ഞാൽ ഉണ്ടാവണ എല്ലാ സാധനവും തന്നെ നമ്മൾ. എത്ര വർഷമായിട്ടുണ്ട് ഇത്? ഞാൻ 10-30 വർഷമായിട്ട് ഇപ്പോഴും പണിയുണ്ട്. ഇപ്പോഴും രാവിലെ ഇറങ്ങും, വൈകുന്നേരം ആകുമ്പോൾ കയറി പോകും. ഉച്ചയ്ക്ക് ചോറുണ്ട്, അതേപോലെ തന്നെ. പണിക്കാർ എത്ര പേരുണ്ട്? പണിക്കാർ ഒരാളും. നമ്മൾ കഷ്ടപ്പെടാൻ തയ്യാറാണ്. പക്ഷെ ഇങ്ങനെയുള്ള ഈ ഇവരുടെ സപ്പോർട്ട് ഇല്ലെങ്കിലും ഈ ഉപദ്രവം ഇതൊന്നും ഒഴിവാക്കി. അതെ, സപ്പോർട്ട് നമുക്ക് കിട്ടേണ്ടതാണ്. ഞാൻ വളരെ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നു. പക്ഷെ സപ്പോർട്ട് സാധാരണ ഇതിൽ നമുക്ക് ഉദ്ദേശിക്കുന്ന രീതി കിട്ടുന്നില്ല. അത് വേറൊരു കേസ്. സപ്പോർട്ട് ഇല്ലെങ്കിൽ വേണ്ട ചവിട്ടേണ്ട കാര്യമുണ്ടോ? ഇതൊക്കെ ആണെങ്കിലും നമ്മളിവിടെ നമ്മുടെ വെണ്ടയിലോട്ടൊന്ന് നോക്കിക്കേ. നമുക്ക് ആർക്കും കിട്ടാത്ത വെണ്ടയാണ് ചാവയ്ക്കൽ ഇങ്ങനെ നിൽക്കുന്നത്. നല്ല വെയിലായിരുന്നു, നനയ്ക്കാൻ പറ്റിയില്ല, ഇങ്ങനെ ഇരിക്കുന്നു. ഇവിടെ നല്ല കരുത്ത്, ഇലയ്ക്കൊന്നും ഒരു കേടുപാടും ഇല്ലാതെ നിൽക്കുന്നു. അപ്പോൾ ഇത് പണിത് കഴിഞ്ഞാൽ ഉണ്ടാകും എന്ന് ജനത്തെ, സർക്കാരിനെയും കൂടി ബോധ്യപ്പെടുത്തുക. ചുമ്മാ പറമ്പ് മാത്രം ചെയ്തൊരു കൃഷി അതിലല്ല നമ്മുടെ താല്പര്യം. പറമ്പ് നമുക്കില്ലാത്തവരധികം പേരുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ ഇത് നോക്ക്, എന്ത് നല്ല രീതിയിലാണ് നിൽക്കുന്നത്. ഉണ്ടാകില്ല എന്നുള്ളത് നമ്മളങ്ങോട്ട് പാറയിലും കൃഷി ചെയ്യാം, പണിയെടുക്കണത്. പക്ഷെ ഇപ്പം ആരും പണിയെടുക്കാൻ തയ്യാറല്ല. പിന്നെ വേറൊരു കാര്യം ചോദിക്കട്ടെ ആനി ചേട്ടാ, നമ്മുടെ ഈ ചേട്ടൻ ഒരുപാട് അവാർഡൊക്കെ നമ്മൾ വീട്ടിൽ കാണിച്ചു തന്നല്ലോ. ആ അവാർഡ് കാണിച്ചു തന്നിട്ട് ഇപ്പം ഈ നാഷണലിലേക്ക് വിടാനായിട്ട് എനിക്കില്ല. അത് ഇവിടെ സ്റ്റേറ്റ് ഗവൺമെന്റ് എൻ്റെ ഒരു തകരാറാണ്. അത് ഞാൻ ഈ ഒത്തിരി കാര്യങ്ങൾ സംരക്ഷിക്കുന്നുണ്ട്, ഓരോ ഇനങ്ങളും സംരക്ഷിക്കുന്നുണ്ട്. അവരാണത് വിടാൻ ബാധ്യസ്ഥർ. അവരുടെ ആൾക്കാരെ വിടണം. നമുക്ക് ഇതുവരെ നോമിനേഷൻ കിട്ടിയിട്ടില്ല. വേറെ എല്ലായിടത്തും അംഗീകരിച്ചിട്ടുണ്ട്. അങ്ങോട്ട് കടന്നിട്ടില്ല. ഇതാണ് മുളക് കേട്ടോ, കായ്ക്കാൻ തുടങ്ങി. ചോദിച്ചില്ലായിരുന്നു അത് കായ്ക്കാൻ. ഇതെന്നാന്നറിയോ? ഇത് കോവലായിരുന്നു. ഇത് കോവല്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഈ കോവൽ ഇപ്പൊ കായ്ക്കില്ല. അപ്പൊ ഞാൻ പീച്ചിൽ ഇങ്ങോട്ട് കയറ്റി വിട്ടു. അതാണ് ഇപ്പൊ കാണുന്നത്. ഇതിന് ഇനിയിപ്പം എന്നാ, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ ചേട്ടനപ്പം ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞ ഈ പറഞ്ഞ ഇതിനകത്ത് വിടാനൊരു ചേട്ടൻ്റെ അനുഭവപ്രകാരം ചേട്ടനൊരു തികഞ്ഞ കർഷകൻ എന്ന് പറഞ്ഞാൽ. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. ഇത് നമുക്കത് ഈ പ്രദേശത്തും അല്ല, ഞാൻ കേരളം മുഴുവൻ, തിരുവനന്തപുരം തൊട്ട് അവിടം വരെയുണ്ട്, സൗജന്യമായിട്ട് വിത്ത് കൂടി കൊടുക്കുന്നത് കേരളം മുഴുവനും. സർക്കാരിന് സാധിക്കാത്ത ഒരു സാധനം ഞാൻ ഓൺലൈനിലായിട്ട് യാതൊരു പൈസയും മേടിക്കാതെ വിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വന്നു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് കടലാസുകളുണ്ട് പോസ്റ്റ് വരുന്നത്. അവർക്ക് ഞാൻ വിത്ത് അയച്ചു കൊടുക്കണം. അപ്പൊ ഇതിന് ചേട്ടൻ അപേക്ഷ വയ്ക്കുമ്പോൾ ഇവരെന്നാ പറയണേ? അവര് അപേക്ഷ വയ്ക്കുമ്പോൾ അവർ എന്തെങ്കിലും കാരണം കാണും, നമുക്കറിയില്ലല്ലോ എന്താണെന്നുള്ളത്. അപ്പൊ എന്താ ഗവർണർ അവളെ പറഞ്ഞ് ഗവർണർ അടുത്ത മാസം വന്ന് ആദരിക്കുന്നുണ്ട്. എന്നോട് പറഞ്ഞു അടുത്ത ഓണത്തോടനുബന്ധിച്ച് പരിപാടി വെക്കുന്നുണ്ട്, അന്നേരം ഗവർണർ വരുമ്പോൾ ആദരിക്കുന്നുണ്ടെന്ന് ഒരു സംഘാടകർ പറഞ്ഞു. നമ്മളെ അംഗീകരിച്ചു. പക്ഷെ ഇവിടെ കുറച്ച് ആൾക്കാർ മാത്രം, കുറച്ച് ഈ പറഞ്ഞ പാർട്ടിക്കാർക്കും അവർക്ക് ചെറിയ ബുദ്ധിമുട്ട്. ഇതെന്നാന്നറിയാം, ഇതും കസ്തൂരി വേണ്ടത് ഇതെന്ന് പറിച്ച് നമ്മൾ കൊടുത്തതാണ്. ഇത് റെഡ് ലേഡി കപ്പളം, ഇത് ചുമന്ന വേണ്ട. ഇതൊരു നല്ല വില കൂടിയ വഴുതന കേട്ടോ, കണ്ടിട്ടില്ല എനിക്ക്. ഒരു ഇല്ലിക്കൊമ്പൻ എന്നും പറഞ്ഞ വളരെ നീട്ടമുള്ളതാണ് ഇത്. അത് ഓരോ വെറൈറ്റിയാണിത് എപ്പോഴും. ഇതോ എനിക്ക് ഇത് സിലോണിൽ നിന്ന് കൊണ്ടുവന്ന സിലോൺ വെണ്ടയാണ്. കുമ്പളം അങ്ങോട്ട് കയറി പോകുന്ന അവിടെ മുളകുണ്ട്. ഇത് എൻ്റെ ഒരു ഗുണം എന്നാ വെച്ചാൽ ഈ പറമ്പിൽ ആർക്കും കിടന്നുറക്കാം, ആ രീതിയിൽ കാടുകയാക്കി. അവിടെ ആ കാണുന്നത് മുഴുവനും നിത്യവഴുതനയും മറ്റേ ചതുരപ്പയറുമാണ് കൃഷി. അതിൻ്റെ താഴെയും വേണ്ട അവിടെ ചെയ്തിട്ടുണ്ട്, അവിടെ എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 100ഓളം മുരിങ്ങ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കറങ്ങി കാണുന്നത് തീരില്ല. അവിടെ തൊട്ടെല്ലാം ഉണ്ട്. നിങ്ങൾക്ക് 3 മിനിറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു 5 മിനിറ്റ് എങ്കിലും എടുത്ത്. അതല്ല, ഇത് ചേട്ടൻ ചെയ്തേക്കണെല്ലാം ഞാൻ കാണേണ്ട ആൾക്കാർക്ക് ഏകദേശം മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഇതിനൊക്കെ നമുക്കൊരു പ്രോത്സാഹനം, ചേട്ടൻ്റെ മനസ്സിലൊരു ആത്മവിശ്വാസം കിട്ടണമെങ്കിൽ ഒരു സപ്പോർട്ട് കിട്ടണ്ടേ? ഇത്രയും ചെയ്തിട്ട്
ചെയ്തിട്ട് ആരും ഈ കേരളത്തിൽ നിന്ന് ഒരു മനുഷ്യനും ഇപ്പൊ അതെന്നാ സപ്പോർട്ട് കിട്ടുന്ന വെച്ചാൽ ഞാൻ എല്ലാ പത്രത്തിന്റെ ഏജൻസി ഉണ്ട് അവര് പോലും അതിനകത്ത് വേണ്ട സപ്പോർട്ട് ചെയ്യുന്നില്ല. ദീപി ആണെന്നുണ്ടെങ്കിൽ അതിന്റെ അകത്ത് എന്റെ പേരേ വന്നിട്ടില്ല. ദേശാഭിമാനിയാണ് നിങ്ങൾ കാരണം തന്നെ ഇവർക്ക് അതൊന്നും എനിക്ക് അറിഞ്ഞില്ല. ദേശാഭിമാനി സർക്കാരിന്റെ എതിരെ അതെന്നാ ഒരിക്കൽ ഞാൻ ഈ കേന്ദ്ര സർക്കാരിന്റെ ഇതിന് വേണ്ടിയിട്ട് കർഷക സമരത്തിന് ശരിയായിരുന്നു, അത് ഞാൻ ശക്തമായിട്ട് പിന്തുണച്ചു. ചേട്ടന് കർഷക സമരം കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളോട് ഒരു കർഷകൻ എന്നുള്ള ഞാൻ സപ്പോർട്ട് ചെയ്യാം. ഞാൻ കുറച്ച് അന്നും ഇന്നും അങ്ങനെ തന്നെ. ഒന്ന് ഫോൺ ഒന്ന് സൈലന്റ് ആക്കാവോ? താഴത്തേക്ക് അപ്പം ഇതിന് നിങ്ങൾ അനുകൂലിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം അതൊരു കാരണമായിരിക്കാം ഞാൻ വിചാരിക്കുന്നത്. കാരണം നമുക്ക് മേലോട്ട് പോകാനുള്ളൊരു ഇതില്ല. നമ്മളിപ്പോൾ അത് ചെയ്താലും ചെയ്തില്ലേലും കൃഷി എല്ലാവർക്കും ബോധ്യമാണ് ഇവിടെ വരുന്നത്. അതിലെനിക്കൊരു സന്തോഷം. അപ്പം ഞാൻ എന്നാണെങ്കിൽ ഇവിടുത്തെ നമ്മൾ ഈ പഞ്ചാബിലെ കർഷകരുടെ കാര്യമൊന്നും നമുക്കറിയാൻ പാടില്ല എന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു നേരിട്ടൊരു കർഷകനെ ഞാൻ ഇത് ഇങ്ങനെ ഒരു നേരിട്ട് ഇത്രയും കൃഷിയുള്ള ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണാണ്. അപ്പം ചേട്ടൻ ഈ പറഞ്ഞ പോലെ അത് ആ നയമൊക്കെ ചേട്ടൻ്റെ ഭാഗത്തുനിന്ന് ശരിയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പം ഇങ്ങനെ ചേട്ടൻ്റെ അടുത്ത് വന്ന് ഇത്രയും ഇതൊക്കെ കാണാൻ പറ്റി, വളരെ സന്തോഷം. പിന്നെ ഇതിൻ്റെ ഇനി ചേട്ടൻ ഇനി എല്ലാവരുടെയും ചവിട്ടി ഇനിയിപ്പോൾ കേന്ദ്ര സർക്കാരിനെയും കേരള സർക്കാരിനെയും ഇതിനെ ആരെയും അനുകൂലിക്കാൻ പോകാണ്ടിരുന്നാൽ നമുക്ക് അത്രയും നല്ലതെന്ന് നോക്കുന്നില്ല. ഞാൻ രാജ്യത്തോടുള്ള പ്രതിബദ്ധത നിർവഹിക്കുന്നു മാത്രമേ ഉള്ളൂ. അതിൻ്റെ കൂടെ നമുക്ക് ബാക്കി നാടിനും വേണ്ടി നമ്മൾ കൃഷി ചെയ്യണം, ചെറിയ ചെറിയ ലാഭങ്ങൾ അതിൻ്റെ അകത്ത് നിന്ന് കിട്ടണം. ശരിയല്ലേ? അത്രേ ഉള്ളൂ. അപ്പൊ ഇതൊന്ന് കാണിക്കാനായിട്ട് വന്നതാണ്. അപ്പം ആനന്ദ ചേട്ടാ ഞങ്ങൾ പോകട്ടെ, കണ്ടേ സന്തോഷം. ഇനി ഇവരൊക്കെ ഈ പറഞ്ഞ വൈരാഗ്യവും വാശിയൊക്കെ മറന്ന് ചേട്ടനെ അനുകൂലിക്കുന്ന ഒരു ദിവസം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇറങ്ങുക. ഓക്കെ എന്നാ.